പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 21 തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല ദിനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഈ ദിവസം മുഴുവനും അവിടുത്തെ സംരക്ഷണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ, സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ തരണമേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വചനം ഇന്ന് ധ്യാനിക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. മനുഷ്യരെല്ലാം ബലഹീനരാണെന്ന് അറിയുന്ന കർത്താവ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയ വലിയ അത്ഭുതമാണ് വീണ്ടും ജനനം. മാമോദീസായിൽ ആദ്യത്തെ ഈ അത്ഭുതം നടക്കുന്നു. ഓരോ കുമ്പസാരക്കൂടും ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുന്നു. യഥാർത്ഥ കുമ്പസാരം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുകയും നമ്മെ പുതിയ മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യുന്നത് നാം അനുഭവിച്ചറിയുന്നതാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നിറഞ്ഞ പശ്ചാത്താപത്തോടെ കുമ്പസാരക്കൂടാകുന്ന അത്ഭുത വേദിയിലേക്ക് അണയാനും ഓരോ ദിവസവും പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാനും ദൈവരാജ്യം കാണുവാനും എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.